വെസ്റ്റ് ആഫ്രിക്ക. ഈ വെസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് ഓർമ്മ വരേണ്ടതാണ് സാഹേൽ റീജിയൻ. ഈ സാഹേൽ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഒരു 2-3 വർഷം കൊണ്ട്, അതായത് അവിടുത്തെ ഡെമോക്രസിയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട്, അവിടെ ഡെമോക്രസി എന്ന് പറയാനൊന്നുമില്ല. കാരണം ഈ ഡെമോക്രസി എന്ന് പറയപ്പെടുന്ന ആൾക്കാരെല്ലാം തന്നെ മറ്റുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് കുഴലൂത്ത് നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഫ്രാൻസ് അവിടുത്തെ ഗോൾഡ്, യുറേനിയം, ഇതേപോലത്തെ പല റെയർ എർത്ത് എലമെന്റ്സും അവിടെ നിന്ന് കൊള്ളയടിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് യൂറോപ്പിന് വിൽക്കുന്ന ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ പുതുതായിട്ട് ഒരു രാജ്യം ഇതേപോലെ തന്നെ ഒരു മിലിറ്ററി റെവല്യൂഷൻ, അപ്പോൾ അവിടെ ഒരു പട്ടാള ഭരണം, അപ്പോൾ അവിടെ നിലവിലെ ആ ഒരു ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പട്ടാള ഭരണം അവിടെ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവിടെ നടക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ പേരാണ് ബെനിൻ. ഈ ബെനിൻ എന്ന് പറഞ്ഞ രാജ്യം നമ്മൾ എപ്പോഴും ഈ ബുർക്കിനോ ഫാസോ, നൈജർ, മാലി, ഈ 3 രാജ്യങ്ങളെയും കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബെനിൻ എന്ന് പറഞ്ഞ രാജ്യം അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഞാനിതാ മാപ്പിൽ കാണിക്കുന്ന അതിൻ്റെ ലൊക്കേഷൻ ഇതാണ്. വളരെ ചെറുതായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ് ബെനിൻ. അപ്പോൾ ഈ ബെനിനിൽ ഇപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല. അവിടുത്തെ പട്ടാളം നിലവിലുള്ള ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാള ഭരണം തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ബുർക്കിനോ ഫാസോയിൽ ഓൾറെഡി തന്നെ അവിടെ ഇബ്രാഹിം ട്രാവോരെയാണ് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത്. പട്ടാള ഭരണമാണ്. അതുപോലെ തന്നെ മാലിയും അതേ സെയിം സെനാരിയോ, അതുപോലെ നൈജറും അതേ സെയിം സെനാരിയോ ആണ്. ഇപ്പം മാലിയിൽ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഈ തീവ്രവാദികൾ, ഈ മേസനറി ഗ്രൂപ്പ് എന്ന് പറയുന്ന തീവ്രവാദികളുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിരുന്നു. മാലി വീണ്ടും അവരുടെ ആ ഒരു പട്ടാള ഭരണം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നിലവിൽ അവർ ആ മേസനറി ഗ്രൂപ്പിനെയൊക്കെ ഇച്ചിരി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഏരിയ ഇപ്പോഴും ടെൻസ്ഡ് ആണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പം ഈ ബെനിൻ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം അടുത്തൊരു പട്ടാള ഭരണത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ, ഇപ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു രാജ്യം കിടക്കുന്നത് കാണുന്നില്ലേ, നൈജീരിയ. ഈ നൈജീരിയയിൽ നിന്നും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഇബ്രാഹിം ട്രാവോരെ നയിക്കുന്ന ബുർക്കിനോ ഫാസോ, അത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. നൈജീരിയയിൽ നിന്നും ഒരു എയർക്രാഫ്റ്റ് ഏതാണ്ട് 11ഓളം നൈജീരിയൻ പട്ടാളക്കാരുമായിട്ട് ഒരു എയർക്രാഫ്റ്റ് നൈജീരിയയിൽ നിന്നും ബുർക്കിനോ ഫാസോ ത്രൂ ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ബുർക്കിനോ ഫാസോ ഈ ഫ്ലൈറ്റിനെ താഴെ ഇറങ്ങാൻ പറയുകയാണ്. അവർ റഡാർ സിഗ്നലിൽ അവർ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ കമൻറ്റ് കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ താഴെ ഇറങ്ങണം. അങ്ങനെ ആ ഫ്ലൈറ്റിനെ അവർ താഴെ ഇറക്കുന്നു. അങ്ങനെ ഈ 11 നൈജീരിയൻ പട്ടാളക്കാരെയും അറസ്റ്റ് ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ് ബുർക്കിനോ ഫാസോ. അപ്പോൾ ഈ ഒരു സ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ബെനിൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിന്റെ പ്രാധാന്യം ഇവിടെ വരുന്നത്. എന്ത് കണക്ഷനാണ് ഇപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിനും ബെനിനും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നൈജീരിയ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രാൻസിന്റെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് അവിടെ ഈ ബെനിനിലുണ്ട്. ഇത്രയും കാലം ബുർക്കിനോ ഫാസോ, നൈജർ, മാലി ഈ രാജ്യങ്ങളെയൊക്കെ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിന് ഇപ്പം ബെനിൻ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി വന്നിരിക്കുകയാണ്. അപ്പോൾ ബെനിൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഫ്രാൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസോഴ്സസിൽ കുറവ് വരും. അപ്പോൾ അവർക്ക് അതനുസരിച്ച് ഇപ്പോൾ ഈ ഏരിയയെല്ലാം ഞാൻ പറഞ്ഞു വെച്ച ഏരിയ എല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള മിനറൽ റിസോഴ്സസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിലിപ്പോൾ ബെനിൻ നഷ്ടപ്പെടും എന്നുള്ള ഭീതിയിൽ ഫ്രാൻസ് ഇപ്പം നൈജീരിയയെ കൂട്ടുപിടിച്ചുകൊണ്ട് നൈജീരിയയുടെ സപ്പോർട്ടോട് കൂടി ബെനിനെ നിലനിർത്താനും ബെനിനിലെ ഇപ്പം നിലവിലെ ഭരണകൂടമായിട്ടുള്ള ആ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം എന്ന് അവകാശപ്പെടുന്ന ആ ഒരു ഭരണകൂടത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഫ്രാൻസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ ഈ മറ്റുള്ള രാജ്യങ്ങളില്ലേ, ബുർക്കിനോ ഫാസോ, നൈജർ, മാലി, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് പട്ടാള ഭരണം നടത്താൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു പട്ടാള അട്ടിമറി കൊണ്ടുവന്നിട്ട് പട്ടാള ഭരണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും അവിടെ ഡെമോക്രസിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഡെമോക്രാറ്റിക്കലി തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ നേതാക്കളെല്ലാം തന്നെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച മേടിച്ചുകൊണ്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ച ഈ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഭരണകർത്താവിന് അത് മോർ ദൻ ഇനഫ് ആണ്. പക്ഷേ ഒരു രാജ്യം എന്ന് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ആ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന പോലെയാണ് ഈ നേതാക്കൾ കാണിക്കുന്ന പ്രവൃത്തി. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ പട്ടാള ഭരണത്തിന് ഏറ്റവും കൂടുതൽ ഒരു സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വെസ്റ്റ് ആഫ്രിക്കയിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇപ്പോൾ ഇതിനകത്ത് ക്ലീൻ ആയിട്ടുള്ള ഒബ്സർവറാണ്. അമേരിക്ക ഇപ്പം നൈജീരിയയുമായിട്ട് ബന്ധപ്പെട്ടോ ഈ ബെനിനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ബുർക്കിനോ ഫാസോ, നൈജർ, മാലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള ഇടപെടലുകൾക്കും തയ്യാറല്ല. ജസ്റ്റ് ഒബ്സർവറായിട്ട് നിന്ന് ഒബ്സർവ് ചെയ്യാണ്. അമേരിക്ക തന്നെ ഇപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകളെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പോളിസി. അവരിപ്പോൾ യൂറോപ്പിന് തന്നെ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പം ആഫ്രിക്കയുടെ ഉള്ളിൽ അമേരിക്ക ഇടപെടില്ല. പക്ഷെ അമേരിക്ക ഇടപെടും. എപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിനൊരു ടൈമുണ്ട്. അതിപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതായത് കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ച് അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ഇടപെടും. ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം റെയർ എർത്ത് എലമെന്റ്സ് ആയിരിക്കും.
റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീൽ വെച്ചുകൊണ്ടായിരിക്കും അമേരിക്ക ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം നോക്കിയിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിന്റെ കയ്യാങ്കളിയാണ് അവിടെ നടക്കുന്നത്. ഫ്രാൻസ് ഇപ്പം ഈ ബെനിൻ കൈവിട്ടു പോകുമെന്നുള്ള അവസ്ഥയിൽ ഒരു കളി, അന്തമിട്ട കളിയാണ് ഇപ്പോൾ ഫ്രാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയുടെ ഉള്ളിൽ, അതും പ്രത്യേകിച്ച് ഹാർട്ട്ലാൻഡിൽ. ഇപ്പം ബുർക്കിനോ ഫാസോ ഈ 11 നൈജീരിയൻ പട്ടാളക്കാരെ പിടിച്ചു വെച്ചിരുന്നല്ലോ. അപ്പോൾ അവരെ വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നൈജീരിയ ഒരു കാരണവശാലും ഈ ബെനിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടരുത്, ബെനിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ 11 പേരെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബുർക്കിനോ ഫാസോ ഇപ്പോൾ ഈ 11 പേരെ ഈ ഒരു കണ്ടീഷന്റെ പേരിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 11 പേരെ റിലീസ് ചെയ്തതിനു ശേഷവും വീണ്ടും നൈജീരിയ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബെനീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലാഷിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ ഈ ബുർക്കിനോ ഫാസോ, നൈജർ, മാലി ഈ രാജ്യങ്ങളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്യുന്നത്, അവിടുത്തെ പട്ടാള ഭരണത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചൈന, റഷ്യ പോലത്തെ രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെയും റഷ്യയുടെയും ഇൻഫ്ലുവൻസ് അവിടെ ഇറങ്ങും. ഞാൻ മേൽപ്പറഞ്ഞ ഈ ഒരു വെസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന ഈ ബുർക്കിനോ ഫാസോ ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ റഷ്യയുടെയും ചൈനയുടെയും ഒരു പ്രോക്സി ആയിട്ട് അവിടെ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ പ്രോക്സികളായിട്ട് തന്നെ ഇടപെടും, അതിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം അവർക്കും ആയുധങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആയുധം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസിന് യൂറോപ്പിന് സപ്പോർട്ട് വളരെയധികം കൂടുതൽ കിട്ടും. കാരണം ഫ്രാൻസിന് എനർജി യൂറോപ്പിനും കൂടെ വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഫുൾ സപ്പോർട്ട് ഫ്രാൻസിന് കൊടുക്കും. ആ സാഹചര്യത്തിൽ ഫ്രാൻസ് നൈജീരിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നൈജീരിയയുടെ സപ്പോർട്ടോട് കൂടിയൊക്കെ ഈ ബെനീനിൽ പോയി പൊരുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇപ്പം ബെനീൻ ഗവൺമെന്റ്, നിലവിലുള്ള ബെനീൻ ഗവൺമെന്റ്, ബെനീൻ്റെ സെനറ്റ് അഥവാ ബെനീൻ്റെ പാർലമെന്റ് പറഞ്ഞിരിക്കുന്നത് പട്ടാള ഭരണത്തിനെ ഒരിക്കലും അനുകൂലിക്കരുത്, പട്ടാള ഭരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ കൂടി അവർ സെനറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എന്നിരുന്നാലും അതൊക്കെ തന്നെ ഈ പൊളിറ്റിക്കൽ നേതാക്കൾ, അതായത് ഈ ഫ്രാൻസിൻ്റെയൊക്കെ പണം പറ്റി ജീവിക്കുന്ന, ഈ കൈക്കൂലി വാങ്ങി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ, കുറച്ച് പൊളിറ്റീഷ്യന്മാർ, ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പട്ടാള ഭരണത്തിലുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതാണ് വെസ്റ്റ് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. സിറിയ ഇസ്രായേൽ ബോർഡറിൽ ഒരു ഇഷ്യൂ പറയുമ്പം ചെറിയ ഇഷ്യൂ ആയിട്ടാണ് പറയപ്പെടുന്നത്. സിറിയയും ഇതിനെ ഒരു ചെറിയ വിഷയമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഇസ്രായേലും ഇതിനെ ഒരു ചെറിയ വിഷയമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ, ഈ കൊനഡ്ര ഏരിയ ഉണ്ടല്ലോ, അതായത് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന അസുവൈദ മേഖലയിലൊക്കെ ഇപ്പം ഇസ്രായേലിൻ്റെ ട്രൂപ്പ് അവിടെ ഉണ്ട്. സിറിയയുടെ സമ്മതത്തോടു കൂടി ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്ലാഷിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ട്രെയിനിങ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇസ്രായേലിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ, അതായത് IDF ഉദ്യോഗസ്ഥർ, അവർ ഈ സുവൈദയിലുണ്ട്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ശരിക്കും ഈ ട്രൂപ്പുകൾക്ക് നേരെ സിറിയയിലുള്ള സിറിയൻ സിറ്റിസൺ എന്ന് വിളിക്കപ്പെടുന്ന സിറിയയിൽ ഇപ്പോൾ നിലവിലെ താമസക്കാർ, അത് HTSനെ അനുകൂലിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ, ഇവർ ഈ ഇസ്രായേൽ ട്രൂപ്പിന് മേളിൽ കല്ലെടുത്തെറിയുന്ന ഒരു സംവിധാനം അവർ പുതുതായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഹിസ്ബുള്ളയാണോ HTS ആണോ എന്ന് കൺഫേം ചെയ്യാനൊന്നും സിറിയയുടെ ഭരണകൂടം തയ്യാറല്ല. പക്ഷേ ഈ കല്ലെടുത്തെറിയുന്ന പ്രവൃത്തി സ്ഥിരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിറിയയ്ക്കും ഇസ്രായേലിനുമെതിരെ ഓൾറെഡി തന്നെ ഒരു ചെറിയ വിദ്വേഷമുണ്ട്. പ്രത്യേകിച്ചും അബു മുഹമ്മദ് അൽ ജൊലാനി എന്ന് പറഞ്ഞ ഈ അഹമ്മദ് അൽ ഷാര വാഷിംഗ്ടൺ സന്ദർശിച്ച് മടങ്ങിയതിനു ശേഷം അമേരിക്കയുടെ സൈഡിൽ നിന്നുമുള്ള ചില നിലപാട് മാറ്റങ്ങൾ, അതായത് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക്, അതായത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇസ്രായേലിന്റെ പക്കൽ നിൽക്കുന്ന ആ ഒരു ചായ്വ്, ഇതെല്ലാം തന്നെ സിറിയയ്ക്ക് അത്ര കണ്ടങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സിറിയയ്ക്കുള്ളിൽ നടന്ന ആ ഒരു ഇലക്ഷൻ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ടീം, ഒരു 10-200 പേരോളം അടങ്ങുന്ന ഒരു ടീം, അതിലുപരിയായിട്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടീമും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ സിറിയയ്ക്കുള്ളിൽ ഓരോ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന, അഥവാ ചെറിയ ചെറിയ തീവ്രവാദ സംഘടനകളെ കൂടി റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടായ തീരുമാനം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും അവരുടെ ആ ഒരു സിദ്ധാന്തം അനുസരിച്ച് അവർ ഇസ്രായേലുമായിട്ട് അല്ലെങ്കിൽ യഹൂദനുമായിട്ട് നേരെ ചൊവ്വേ പോകാനുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ല അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ഒരു ജിയോ പൊളിറ്റിക്സിന്റെ പ്രാധാന്യം അനുസരിച്ച് അവർ ഓക്കെ പറഞ്ഞ് നിന്നാലും അവർ ലോങ് റണ്ണിൽ ഇസ്രായേലിന് ഒരു ത്രെട്ട് തന്നെയാണ്, ഇസ്രായേൽ ഒരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഗോലാൻ ഹൈറ്റ്സ് മുതൽ കൊനഡ്ര വരെയുള്ള സ്ഥലങ്ങളിൽ മൊത്തം ഇസ്രായേൽ കയറി പിടിച്ചിട്ട് ഈ ഗോലാൻ ഹൈറ്റ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഹെർമോൺ മലനിരകൾ മുതൽ താഴെ വരെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കും കൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം രൂപപ്പെട്ടത്. അത് ഇസ്രായേലിന്റെ ഒരു ലോങ് ടേം വിഷൻ ഉള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും 67 ഈ സ്ഥലം പിടിച്ചെടുത്തിട്ട് തിരിച്ച് മടക്കി കൊടുത്തതാണ്. അന്നേ ഇസ്രായേൽ ഇത് ഓങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ഈ ഒരു സ്ഥലം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും ഇസ്രായേൽ അതിനെ അങ്ങ് എടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ സിറിയയ്ക്കുള്ളിൽ തന്നെ ഒരു ആന്റി സെമിറ്റിസം ഇപ്പൊ ക്രിയേറ്റ് ആവുന്നുണ്ട്.
അപ്പം അതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള കല്ലേറുകളൊക്കെ ഇസ്രായേൽ ആർമിക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഇസ്രായേൽ അവിടെ വെറുതെ പോയില്ല. ഇസ്രായേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ആദ്യം ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പോൾ വീണ്ടും ഇവന്മാർ കല്ലേറ് നിർത്തുന്നില്ല. അപ്പോൾ അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ ഇസ്രായേൽ എന്താണ് ചെയ്യുക? ഇസ്രായേൽ നേരെ മുട്ടിന് താഴെ തുരുതുരാങ്ങ് വെടിവെച്ച് ഒരു 10-25ഓളം ആൾക്കാരുണ്ട്. അവർക്കെല്ലാം തന്നെ മുട്ടിന് താഴെ തുരുതുര IDF വെടി ഉതിർത്ത് അടിച്ചങ്ങ് കൂട്ടിപ്പറയ്ക്കാൻ കിട്ടുകളഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സിറിയൻ ഗവൺമെന്റിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ സ്റ്റേറ്റ്മെന്റുമായിട്ട് അബു മുഹമ്മദ് ജൊലാനി അൽ ഷഹറ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ അത് സംസാരിച്ചിട്ട് അതൊരു അമിക്കബിളി റിസോൾവ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതൊരു സ്പാർക്ക് തന്നെയാണ്. ഇത് ശരിക്കും അസാദ് റെജീം വീണതിന് ശേഷം അൽ ഷഹറയുടെ HTS ഭരണകൂടം വന്നതിന് ശേഷം സിറിയയിൽ നിന്നും ഇസ്രായേലിനെതിരെ ഒരു കൺഫെഡറേഷൻ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. അതാണ് മനസ്സിലാക്കേണ്ടത്. സിറിയയിലെ പുതിയ ഭരണകൂടവുമായിട്ട് ഇസ്രായേലിന് ഒരു വിയോജിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇച്ചിരി സംയമനം പാലിക്കണം, ശരിയാവത്തില്ല. സിറിയയ്ക്ക് നമ്മൾ ഇപ്പോഴാണ് സാങ്ഷൻസ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് അതൊരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള അറ്റാക്ക് ഒന്നും നടത്തണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലേറാണെന്നുണ്ടെങ്കിൽ ഇവനെ കല്ലേറ് എങ്ങനെ തടയണം എന്നുള്ള ഒരു ഉപദേശം കൂടി ട്രംപ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാൽ തൽക്കാലം ഈ ഒരു വിഷയം ഇങ്ങനെ റിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും പൊട്ടിപ്പുറപ്പെടും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.